ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ ഇന്ന് പോകുന്നത് നമ്മുടെ വാടക വീട്ടിൽ നിന്നും നമ്മുടെ ലൈഫിൻ്റെ വീട് പണിതിട്ടിരിക്കുന്ന ആ വീട്ടിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. നമ്മുടെ 2 വർഷത്തിന് മുന്നേ അവിടെ പെര പണിത 4 ലക്ഷം രൂപയുടെ ആ പെരപണി എവിടെ വരെ ആയെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് പോകാനായിട്ട്. മെയിനായിട്ട് പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ 2 തെങ്ങ് നിൽപ്പുണ്ട്. തെങ്ങിൽ നിന്ന് നമുക്ക് തേങ്ങ ഇടണം. പിന്നെ അത്യാവശ്യമായിട്ട് എനിക്ക് ചൂട്ട് വെട്ടണം. മുറ്റമടിക്കാൻ ചൂലില്ല. അപ്പോൾ ഇന്ന് ഞാൻ ചേട്ടനെ പിടിച്ച പിടിനാലെ കൂട്ടിക്കൊണ്ട് പോവാം. തേങ്ങ ഇടണം, ചൂട്ട് വെട്ടണം, ചൂടുണ്ടാക്കണം. അപ്പം നിങ്ങളെ ആ വീടും പരിസരവും ഒക്കെ ഒന്ന് കാണിക്കാം എന്നൊക്കെ വിചാരിച്ചാണ് പോണത്. ആ മെയിൻ വഴി, ടാറിട്ട വഴി തന്നെ, ബസ് ഓടുന്ന വഴിയെ തന്നെ നമുക്ക് എളുപ്പം അപ്പുറം ചെല്ലാം. പക്ഷേ നമ്മൾ ഇത് ഷോർട്ട് കട്ട് ചാടിയാണ് പോകുന്നത്. വെറുതെ പറമ്പിൽ കൂടെ കുറേ പള്ളയും കാടും പടലയും എല്ലാമാണ്. ഞാൻ തന്നെയാണെങ്കിൽ ഞാൻ അതിലേ പോകത്തില്ല. ഇപ്പോൾ ചേട്ടൻ മുന്നിൽ ഇങ്ങനെ പോകുന്ന കാരണം ചേട്ടൻ്റെ പിന്നാലെ ഞാനും ഇങ്ങനെ തുള്ളി തുള്ളി പോവുകയാണ് വീഡിയോയൊക്കെ എടുത്ത്. അപ്പം കുറച്ച് ദൂരമുണ്ട് ഇതിലേ പോകുമ്പോൾ. എനിക്കിതിലേ പോകുന്നതൊന്നും അത്ര ഇഷ്ടമില്ല, എനിക്ക് പേടിയാണ്. വെള്ളപ്പൊക്കമൊക്കെ വന്നാൽ ഇവിടെ എല്ലാം വെള്ളം കയറുന്നതാണ്. അപ്പം ചേട്ടൻ മുന്നേ പോകുന്നുണ്ട്. ചേട്ടനെ അനുഗമിച്ചുകൊണ്ട് ഞാൻ പിന്നാലെ ഇങ്ങനെ മന്ദം വീഡിയോ പിടിച്ചിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടില്ലേ, മുഖം കാണിക്കാതെ നമുക്ക് എങ്ങനെ വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇട്ട് വരുമാനം നേടാം എന്നുള്ള ആ ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. കണ്ടോ, ആ സാധനം കണ്ടോ, കൂടംകുളമാണ്. അത് നമ്മുടെ വീടിൻ്റെ തൊട്ട് പിന്നിലായിരിക്കും. ആ വീട്ടിൽ വന്നു. വീട്ടിൽ അവിടെ അടുത്ത വീട്ടിലൊരു കൊച്ചിൻ്റെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. വീടിനുള്ളിൽ കണ്ടോ, ഇതാണ് ഞങ്ങളുടെ 4 ലക്ഷം രൂപയ്ക്ക് പണി തീരാത്ത വീട്. പണി തീരാത്ത വീടെന്ന് പറഞ്ഞ് സിനിമയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പഴയതൊക്കെ. അന്ന് പറയും പോലെ ഞങ്ങളുടെ പണി തീരാത്ത, ഞങ്ങളുടെ സാക്ഷാത്കരിക്കാത്ത സ്വപ്നം ദാ കിടക്കുന്നു. എന്നെങ്കിലും സാക്ഷാത്കരിക്കും എന്നൊരു വിശ്വാസവും ഒക്കെ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഇന്നും വാടകയ്ക്ക് 10 വർഷം മേലെയായി നമ്മൾ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലം മേടിച്ചിരുന്നു. സർക്കാർ ലൈഫിന് പൈസ തന്നു വീടിന്. നമ്മൾ ആ 4 ലക്ഷം രൂപയും കൊണ്ട് നമുക്കൊന്നും ആകത്തില്ലായിരുന്നു. നമ്മൾ ഒത്തിരി കടവും വിലയൊക്കെ മേടിച്ചാൽ ഇത്രയാക്കിയത്. ഇതിനകത്ത് ഞങ്ങൾക്ക് എന്താണോ ഞങ്ങൾക്ക് കയറി താമസിക്കാൻ ഞങ്ങൾക്ക് ഇന്ന് വരെ സാധിച്ചില്ല, പണി പൂർത്തിയാക്കാനും. അതിനകത്തെല്ലാം കുഴിയാന കൂട് വെച്ചേക്കുക. ഞാൻ മാന്തുവാണിരുന്നുകൊണ്ട് കുഴിയാനേനെ പിടിക്കാനേ, ചെറുപ്പത്തിൽ കുഴിയാനെ പിടിക്കുമായിരുന്നല്ലോ. പക്ഷേ കുഴിയാനെ ഞാൻ നോക്കിയിട്ട് കിട്ടണില്ല കേട്ടോ. അതെവിടെ പോയി ഞാൻ മാന്തം തോറും അത് ഇറങ്ങിപ്പോയതാണോ? അതാ ഇപ്പറേ ഓർമ്മ കേട്ടോ. അവിടെയും ഒന്ന് നോക്കാം. അവിടെയും കാണുന്നില്ല. നേരത്തെയൊക്കെ പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ കുഴിയാനയുടെ ഇത് കാണുമ്പോൾ മാന്തുമ്പോൾ കുഞ്ഞു കുഴിയാനേനെ ഇങ്ങനെ കിട്ടുന്നതായിരുന്നു. പക്ഷെ ഇന്ന് നോക്കിയിട്ട് കിട്ടിയില്ല. ഞാൻ മടുത്തിട്ടിട്ട് പോയി. ഞാൻ അറിയണമുണ്ട്. വീട് കണ്ടില്ലേ, വീടിൻ്റെ അവസ്ഥ ഇതൊക്കെയാണ്. നമ്മുടെ വീടിൻ്റെ അവസ്ഥയെന്നല്ല, നമുക്ക് വലിയൊരു തീരാവേദനയാണ് ഇതൊന്ന് പൂർത്തീകരിച്ചൊന്ന് കിടക്കുക എന്നുള്ളത്. അപ്പം അതിതുവരെ നമ്മളെക്കൊണ്ട് സാധിച്ചിട്ടില്ല. ദൈവം എന്തെങ്കിലും അത് ശരിയാക്കി തരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നത്. അപ്പം നമ്മുടെ വീടിതാണ്. പിന്നെ കണ്ടോ, തെങ്ങ് കണ്ടോ, അതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന തെങ്ങാണ്. ഓല അപ്പടി ഓല. അതുകൊണ്ട് കൂടുമ്പളം നമ്മുടെ വീടിൻ്റെ മേളിലല്ല, വീടിൻ്റെ തൊട്ട് അപ്പുറത്തോടെയാണ് പോകുന്നത്. പക്ഷെ കണ്ട വീടിൻ്റെ മുകളിൽ കൂടെയാണെന്ന് തോന്നുന്നു. അവിടെ പുറകിലൊരു കുളം പോലെയുണ്ട്. ഞാൻ ആ കൂടംകുളം കാണിക്കാൻ വന്നതാണ് നിങ്ങളെ. അതാണ് അതിൻ്റെ തറ, കൂടംകുളത്തിൻ്റെ. നമ്മുടെ വീട്ടിൽ നിന്നും കുറച്ച് അപ്പുറമാണ്. പക്ഷേ നമ്മൾ നോക്കിയാൽ ഇങ്ങനെ മുകളിലോട്ട് നോക്കിയാൽ നമ്മുടെ വീടിൻ്റെ മുകളിൽ കൂടെയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് മുകളിൽ കൂടെയല്ല, തൊട്ടപ്പുറത്തൂടെയാണ് പോകുന്നത്. എന്നാലും ഇത് കണ്ടോ, ഞങ്ങളുടെ ഒരു തെങ്ങ്. ആ തേങ്ങ മുഴുവൻ ചൊട്ടിച്ച് ചുള്ളം കുത്തിയ പോലെ പോകും. വലിയ കൊച്ചുകലം പോലെ ഇരുന്ന തേങ്ങയായിരുന്നു. അത് ഇങ്ങനെയായി. ഇതിനെന്താ ഗേസ് ചെയ്യുന്നത്? ഗേസ് ഇതിനെന്തേലും ഒരു മരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ.
ഞങ്ങളുടെ ആ തെങ്ങ് മൊത്തം കംപ്ലീറ്റ് പോയി. ആ പുറകെ നിൽക്കുന്ന ഒരു കൊച്ചു തെങ്ങായിരുന്നു, നിറയേം കായ്ച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഉണ്ടോ, പണിക്കന്ന് ഇറക്കിയ കുറേ മിറ്റിലൊക്കെ മിച്ചം വന്ന് കിടക്കുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിലെ അതേ മണലും കുറേ, അപ്പുറത്തെ വീട്ടിലെ പിള്ളേരുടെ വണ്ടി കൊണ്ടിട്ടേക്കുന്നു. മണൽ കുറേ മിച്ചമുണ്ട്. പിന്നെ അന്ന് നമ്മൾ എടുത്ത് വെച്ച 2 ചാക്ക് സിമെൻറ്റ്, അതൊക്കെ പോയി കാണുന്നതല്ലേ. നമ്മുടെ 2 ചാക്ക് സിമെൻറ്റൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ പോയി കാണുമെന്ന് എനിക്ക് ഇനി അത് കൊള്ളത്തില്ല. 2 വർഷം 3 വർഷം ആകുമോ അതവിടെ എടുത്ത് വെച്ചിട്ട്. അതൊക്കെ പോയി കാണും. ഇതാ ഓല വെട്ടിയിട്ട് ഓല വലിക്കുവാണ് ഞാൻ. ഓല എനിക്ക് ചൂലില്ലാഞ്ഞിട്ട്. നമുക്ക് തെങ്ങുള്ളുമ്പോൾ എന്തിനാണ് നമ്മൾ വെറുതെ കാശ് കൊടുത്ത് ചൂല് മേടിക്കുന്നേ സുഹൃത്തുക്കളെ, പറയൂ. ഇതാണ് നമ്മുടെ വീട്. തൊട്ടടുത്തൊരു വീടിരിപ്പുണ്ട്. അതാണ് നമ്മുടെ തെങ്ങ്. അതുകൊണ്ട് ചേട്ടൻ മണ്ടേ കയറി നിന്നുകൊണ്ട് ഓലയും തേങ്ങായും എല്ലാം വലിച്ച് പറിച്ച് ഇടുന്നുണ്ട് കേട്ടോ. വാർക്കയുടെ മുകളിൽ കയറി നിന്ന് ഉണ്ടോ, കൂടം പോകുന്നുണ്ടോ. എനിക്ക് പേടിയാണിത് കാണുമ്പോഴേ. നിങ്ങളുടെ അതിലേക്ക് ഉണ്ടോ ഗേസ്? തേങ്ങ വിളഞ്ഞതാണോ എന്ന് നോക്കുക. വിളഞ്ഞതാ, വിളഞ്ഞിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് മുഖം കാണിക്കാതെ വീഡിയോ എങ്ങനെ ചെയ്യാം എന്നുള്ളതായിരുന്നു. ഇപ്പം ഞാൻ വീഡിയോ ചെയ്ത് കണ്ടില്ലേ, ഞാൻ എൻ്റെ മുഖം കാണിച്ചിട്ടില്ലല്ലോ. അപ്പം നമ്മുടെ വീഡിയോ എടുക്കുക, നമ്മൾ പിന്നെ എഡിറ്റ് ചെയ്യുക, സൗണ്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അറിയത്തുള്ളൂ. അപ്പം ഇതുപോലെ മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്തവർ, അവർ ചെയ്യാൻ എന്താണോ വീഡിയോ ചെയ്യാൻ, ഏത് തരം വീഡിയോയാണോ ചെയ്യാൻ താല്പര്യമുള്ളത്, മുഖം കാണിക്കാതെ ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ഇങ്ങനെ നമ്മൾ എടുക്കുക. എടുത്ത് വെച്ചിട്ട് നമ്മുടെ മുഖം കൊടുക്കണ്ട, നമ്മുടെ സൗണ്ട് കൊടുക്കുക. നമ്മൾ പിന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുക. അപ്പോൾ സൗണ്ട് കൊടുക്കുക. നമ്മുടെ സൗണ്ടൊക്കെ കൊടുത്ത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് നമുക്കിടാം. പിന്നെ നമ്മൾ മുഖം കൊടുക്കാതെ ഒന്നുമില്ലാതാകുമ്പോൾ വലിയ നമുക്ക് റീച്ചോ ഇതോ കാര്യങ്ങളൊന്നും കിട്ടില്ല. പക്ഷേ യൂട്യൂബ് നമ്മളെ സഹായിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാനും ഇങ്ങനെ വീഡിയോ ഇടുന്നു. യൂട്യൂബ് നമ്മുടെ ബുദ്ധിമുട്ട് കാണാതിരിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ യൂട്യൂബ് നമ്മളെ സഹായിക്കട്ടെ. പിന്നെ നമ്മളോട് മനസ്സിലാക്കുന്നവർ നമ്മളുടെ വീഡിയോ കാണട്ടെ, സബ്സ്ക്രൈബ് ചെയ്യട്ടെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ കാണണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.